ഗ്രോ ബാഗിൽ പച്ചക്കറി നടുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അടുക്കളത്തോട്ടം ഒരുക്കുമ്പോൾ ഗ്രോ ബാഗുകളായിരിക്കും മിക്കവാറും പച്ചക്കറികൾ നടുന്നത്. ഇത്തരത്തിൽ നടുമ്പോൾ നടീൽ മിശ്രിതത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. നടീൽ മിശ്രിതത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. ഒന്നാമത്, ചെടിക്കു വേര് പിടിച്ചു വളരുന്നതിനാവശ്യമായ മണ്ണുണ്ടായിരിക്കണം. രണ്ടാമത്തേത്, മണ്ണിനടിയിലേക്ക് ചെറിയ തോതിലെങ്കിലും വായുസഞ്ചാരത്തിനുള്ള അവസരമുണ്ടായിരിക്കണം. മൂന്നാമത്തേത്, ഒരു വിത്ത് മുളച്ച് ഇറങ്ങുമ്പോൾ അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങൾ യഥേഷ്ടം ലഭിക്കണം. ഈ 3 ഘടകങ്ങളും കണക്കിലെടുത്തുള്ള ചേരുവകളാണ് നടീൽ മിശ്രിതം ഉണ്ടാക്കേണ്ടത്. മേൽമണ്ണ്, ചകിരിച്ചോറ്, ചാണകപ്പൊടി എന്നിവ തുല്യ അളവിലെടുത്ത് നടീൽ ആവശ്യമാണ്. അവ ആവശ്യമായ അളവിൽ ആരോഗ്യമുള്ള മേൽമണ്ണ് ഉണ്ടാകും. ജൈവസാന്നിധ്യം ഉറപ്പാക്കുന്നത് മേൽമണ്ണിലുള്ള സൂക്ഷ്മജീവികളും മറ്റുമാണ്. ഇത്തരം മേൽമണ്ണ് തന്നെയായിരിക്കണം ബാഗുകളിൽ നിറയ്ക്കുന്നതിനായി ശേഖരിക്കേണ്ടത്. ചകിരിച്ചോറ് ചേർത്താൽ ആറ്റുമണൽ ചേർക്കുന്ന അതേ പ്രയോജനം കിട്ടും. വേരിൻ്റെ സുഗമമായ സഞ്ചാരം പോലെ തന്നെ പ്രധാനമാണ് നീർവാഴ്ചയും. ചെടികൾക്ക് വളരണമെങ്കിൽ വെള്ളം വേണം. എന്നാൽ വെള്ളം കെട്ടിക്കിടക്കുകയുമരുത്. നല്ല മണ്ണാണെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കാതെ ഒഴുകിപ്പോവുകയും അതിനുശേഷം ഈർപ്പം നിലനിർത്തുകയും ചെയ്യും. ഏതു ചെടിയുടെ വളർച്ചയ്ക്ക് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നീ 3 പ്രധാന മൂലകങ്ങളും നിരവധി ഉപമൂലകങ്ങളും ജൈവസാന്നിധ്യവും ആവശ്യമാണ്. ചെടികൾക്ക് തുടക്കത്തിൽ വളർച്ച സഹായികളായ മൂലകങ്ങൾ കിട്ടാനാണ് ചാണകപ്പൊടി ചേർക്കുന്നത്. മണ്ണിന് തറഞ്ഞു പോകാതെ സൂക്ഷിക്കാനും ചാണകപ്പൊടിക്ക് കഴിയും. ചാണകപ്പൊടിക്ക് പകരമായി മണ്ണിര കമ്പോസ്റ്റോ സാധാരണ കമ്പോസ്റ്റോ ഉപയോഗിച്ചാലും മതി. മണ്ണു കഴിഞ്ഞ ചെടിയുടെ വളർച്ചയ്ക്ക് പ്രധാനമായി വേണ്ടത് ഈർപ്പമാണ്. സ്ഥിരമായി രാത്രിയും പകലും നടീൽ മാധ്യമത്തിൽ നിന്നും ഈർപ്പം കിട്ടിക്കൊണ്ടിരിക്കണം. രാവിലെയും വൈകുന്നേരവുമായി ഒരു ദിവസം 2.5 മുതൽ 2 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ചെടിയുടെ ചുവട്ടിൽ നൽകുന്നതാണ് നല്ലത്. വെയിൽ, വെള്ളം ആവിയായി പോകുന്നത് തടയാനാണ് ചെടിയുടെ ചുവട്ടിൽ പുതയിടുന്നത്. ഇതിനായി മണ്ണിൽ അഴുകിച്ചേരുന്ന ഏതു വസ്തുവും ഉപയോഗിക്കാം. പുതയിട്ട് സംരക്ഷിച്ച മണ്ണിൽ സദാ ഈർപ്പമുണ്ടാകും. അടുക്കളത്തോട്ടത്തിലെ പച്ചക്കറി ചെടികൾക്ക് പുതയിടുന്നത് അടുക്കളയിലെ പാഴ്വസ്തുക്കൾ മാത്രം മതി. പച്ചക്കറി നുറുക്കിയതിൻ്റെ അവശിഷ്ടങ്ങൾ, ചായച്ചണ്ടി എന്നിവയൊക്കെ പുതയിടാൻ ഉപയോഗിക്കാം. ഇവ കൊണ്ട് പുതയിടുമ്പോൾ മുകളിലായി കടലാസ് വിരിക്കുകയോ 1-2 പിടി മണ്ണു തൂകി ഇടുകയോ ചെയ്താൽ പക്ഷികളും മറ്റും ചികഞ്ഞു കളയുകയില്ല. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.